ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ആരോപണം സംസ്ഥാന സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ ഉയർന്നു വരുന്നു. CMRL കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ 1.25 കോടി രൂപ മാസപ്പടി വാങ്ങിയെന്നുള്ള വാർത്ത പുറത്തു വരികയും അതിന്മേൽ ഇപ്പോൾ SFIO അന്വേഷണം നടക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അത് നിരാകരിക്കുകയാണ് സർക്കാരും റൂളിംഗ് പാർട്ടിയുമെല്ലാം. പക്ഷേ 2019 വന്നിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സ്വകാര്യ കമ്പനികൾക്ക് ഖനനാനുമതി പാടില്ല എന്ന ഉത്തരവ് നടപ്പാക്കാൻ 5 വർഷം കേരളം താമസിച്ചു. അതിൻ്റെ ഗുണഭോക്താവ് CMRLൻ്റെ സിസ്റ്റർ കൺസേൺ ആയിട്ടുള്ള കമ്പനിയാണ് എന്ന വിവരം പുറത്തു വരികയാണ്. എന്തിനാണ് ആ കമ്പനിയെ സഹായിക്കാൻ സർക്കാർ ഈ താല്പര്യം കാണിച്ചത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അല്ലാത്ത വകുപ്പിലെ ഫയൽ വിളിച്ചു വരുത്തി ഇതിലിടപെട്ടു എന്ന ആരോപണം ഉയർന്നു വരികയാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനിലേക്ക് പണം വന്നതിന് തിരിച്ചെന്തൊക്കെ പ്രത്യുപകാരം ചെയ്തു കൊടുത്തു? മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയല്ല സർവീസ് ചെയ്തത്, സർക്കാർ തന്നെ അവർക്ക് ഉപകാരം ചെയ്തു കൊടുത്തതിൻ്റെ ഫലമാണെന്നുള്ള ആരോപണം ശക്തമായിട്ട് ഉയർന്നു വരികയാണ്. ഇന്നിപ്പോൾ വലിയ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടു. രാജിംസിന് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ ഈ മാത്യു കുഴൽനാടൻ ആ വിഷയം ഉന്നയിക്കുന്നു, അതിന്മേലുള്ള വിവരങ്ങളെല്ലാം പുറത്തു വരുന്നു. സത്യത്തിൽ ഗവൺമെൻറ് വിശദീകരിക്കാനാവാത്ത വിധം കുടുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. കാരണം പൊതുമേഖലയിലെ കരിമണൽ ഖനനം മാത്രം മതി എന്നാണ് LDFൻ്റെ പ്രഖ്യാപിത നയം. വർഷങ്ങളായിട്ടുള്ള അവർ പ്രഖ്യാപിത നയതാണ് സ്വകാര്യ മേഖലയിലേക്ക് കരിമണൽ ഖനനം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള ക്യാമ്പയിൻ. ഇപ്പോൾ CMRL തന്നെ 2001 മുതൽ ഒരു കമ്പനി രൂപീകരിച്ച് അതിനുവേണ്ടി ക്യാമ്പയിനും ലോബിങ്ങും ഒക്കെ നടത്തുന്നുണ്ട്. അവരുടെ നമ്മുടെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ആ ഉത്തരവിൽ തന്നെ അത് അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവർ വർഷങ്ങളായിട്ട് അതിനുവേണ്ടി ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ കക്ഷികളെയും മുന്നണികളെയും ഒക്കെ അവർ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൽ 2 രീതിയിൽ, ഒന്ന് തീരദേശ മേഖലയിൽ നിന്ന് വരുന്ന ശക്തമായ സമരം, മറ്റൊന്ന് ഈ പൊതുമേഖലയിൽ മതി എന്നുള്ള, അതായത് ഇത്രയും ഗൗരവമുള്ള, കാരണം ഇത് അറ്റോമിക് മിനറൽസ് ആണ്. കാരണം ഈ മിനറൽസ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറെ രീതിയിൽ പ്രതിരോധ പ്രാധാന്യമുള്ള ധാതുക്കളാണത്. അതുകൊണ്ട് തന്നെ അത് സ്വകാര്യ മേഖലയിൽ പാടില്ല എന്നുള്ള പൊതുവായൊരു കൺസെൻസസ് രാജ്യത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഇവർക്ക് കിട്ടാത്തത്. അപ്പോൾ ഇവർക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൊടുക്കുന്ന 2 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. ഒന്ന് ഈ പറയുന്ന ചവറയിലെ KMML-ഉം അതുപോലെ ഇന്ത്യൻ റെയർ എർത്ത്സും. അപ്പോൾ ഇവർ സപ്ലൈ ചെയ്യുന്നത് മാത്രം അവർക്ക് നിർണിതമായ ഒരു എമൗണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷെ അവർക്കൊരു പണിയില്ല. അവിടുന്ന് ഇത് വാങ്ങുന്നു, ഇത് സംസ്കരിച്ച് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു, പണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇവർക്ക് ഇതല്ലാതെ ഇവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൊടുക്കാത്ത, അതല്ലാത്ത രീതിയിൽ ഇവർക്ക് അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നു നോക്കുമ്പോൾ നമ്മൾ ആലപ്പുഴയിൽ ആലപ്പാട്ടി എന്ന് വെച്ചാൽ അവർ പറയും ഉണ്ട് എന്നാണ് പറയുക. അവിടെ സ്വകാര്യ ഭൂമികളിൽ നിന്ന് അല്ലെങ്കിൽ പാട്ടത്തിൻ്റെ ഭൂമികളിൽ നിന്ന് ഇവർ അനധികൃതമായി മണൽ കടത്തുന്നുണ്ട്. അത് ഞങ്ങളല്ല, അത് വൈകുണ്ഠരാജനാണ്. ഇതുപോലെ തന്നെ തമിഴ്നാട്ടിൽ വേറൊരു മാഫിയുണ്ട്, ഈ മിനറൽ ഡോൺ എന്നറിയപ്പെടുന്ന വൈകുണ്ഠരാജ്, തൂത്തുക്കുടി. അയാളാണ് കൊണ്ടുപോകുന്നതാണ് CMRLകാർ പറയുക. പക്ഷേ CMRL ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവിടുത്തുകാർ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന സുപ്രീം കോടതി വിധിക്ക് ശേഷവും ഈ പാട്ടത്തിൻ്റെ ഭൂമിയിൽ നിന്ന് ഇവർ മണൽ കടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ലീഗലൈസ് ചെയ്യണം, ഇവർക്ക് അനുമതി ലഭിക്കാൻ വേണ്ടി ഇവർ ലോബിങ് നടത്തുന്നുണ്ട്. പക്ഷേ LDFൻ്റെ പ്രഖ്യാപിത നിലപാട് ഇത് പൊതുമേഖലയിൽ മതി എന്നിരിക്കെ തന്നെ ഇത് വൈകിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം 2019 മൈനിങ് ആക്ട്, കേന്ദ്ര മൈനിങ് ആക്ട് വന്ന് ഇപ്പോൾ 2024 ഈ 5 വർഷം ഇവരുടെ ഫയൽ വെച്ചുകൊണ്ടിരുന്നു. ആ ഫയലുകൾ വിളിച്ചു വരുത്തി ഇനി എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് നോക്കാൻ ശ്രമിച്ചു എന്നാണ് മാത്യു കുഴൽനാടൻ്റെ ആരോപണം. 2019 മൈനിങ് ആക്ട് തന്നെ പറയുന്നുണ്ട് ഇത് പൊതുമേഖലയിൽ മതി എന്ന്. ആ നിയമത്തിൽ തന്നെ പറഞ്ഞു വന്നിരിക്കെ ഇവരുടെ പാട്ടം റദ്ദാക്കി, അല്ലെങ്കിൽ ഇവർക്കുള്ള ഖനനാനുമതി റദ്ദാക്കാതിരുന്നത് എന്തുകൊണ്ടെന്നുള്ള ക്വസ്റ്റിന് മറുപടി പറയാൻ പിണറായി വിജയനും അദ്ദേഹത്തിന് സർക്കാരിന് കഴിയില്ല. അവിടെയാണ് ഈ പറയുന്ന മാസപ്പടിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ള ക്വസ്റ്റിന് വരുന്നത്. എന്ത് സർവീസിന് വേണ്ടിയിട്ടാണ് CMRL ഇവർക്ക് പണം കൊടുത്തത് എന്ന് ഇനിയും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. എക്സാലോജിക് എന്ന കമ്പനി ഇപ്പോൾ നിലവിലില്ല. എക്സാലോജിക്കിനെ പറ്റി ഇത് ആദ്യമായിട്ടല്ല ഈ സംശയമനം ഉയരുന്നത്. മുമ്പും PT തോമസ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. PT തോമസാണ് യഥാർത്ഥത്തിൽ ആദ്യമായി CMRLൻ്റെ ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണം ഉന്നയിക്കുന്നത്. അതിന് മുമ്പ് തന്നെ പ്രശ്നങ്ങളുണ്ടല്ലോ. ജയ്ക്ക് ബാലകുമാർ എന്ന് പറയുന്ന പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൻ്റെ ഡയറക്ടർ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ മെൻറ്ററായിരുന്നു. ആ മെൻറ്ററായിരുന്നു എന്നൊരു ആരോപണം ഉയർന്നിട്ട് ആ ആരോപണത്തെ ആരെങ്കിലും എന്താണ് ഡിഫെൻഡ് ചെയ്യാൻ വന്നത്? വെബ്സൈറ്റിൽ നിന്ന് ഈ ആരോപണം വന്ന തൊട്ടുടനെ തന്നെ ആ വെബ്സൈറ്റ് ഡൗൺ ചെയ്ത് ആ ചിത്രം നീക്കി കളഞ്ഞു. പിന്നെ തിരിച്ചു വന്നപ്പോൾ അയാളില്ല, ക്ലയൻറ്റ് ലിസ്റ്റില്ല, ഒന്നും. ഒരു IT കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വെബ്സൈറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ക്ലയൻറ്റ് ലിസ്റ്റ്. എക്സാലോജിക്കിന് ക്ലയൻറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നീട്. ആ ക്ലയൻറ്റ് ലിസ്റ്റ് തന്നെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾ ശരിക്കും യഥാർത്ഥത്തിൽ എക്സാലോജിക് എന്ന കമ്പനി നിലവിലുണ്ടായിരുന്നു, അങ്ങനെ അഡ്രസ്സിൽ അങ്ങനെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതൊരു കടലാസ് കമ്പനി മാത്രമായിരുന്നു എന്നൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടാണ് ഇന്ത്യയിൽ പല ഘട്ടങ്ങളിൽ. അവർക്ക് കരാറുകൾ, പ്രത്യേകിച്ചും കൺസൾട്ടൻസി കരാറുകൾ കൊടുക്കരുതെന്ന് CPM കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് കൺസൾട്ടൻസി കരാറുകൾ ഒരു പദ്ധതിയിൽ ബന്ധപ്പെടുത്തരുതെന്ന് CPM-ന്റെ ദേശീയ നേതൃത്വം കേന്ദ്ര സർക്കാരിനോട് പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിരിക്കുകയാണ് LDF സർക്കാർ ഇവിടെ അവർക്ക് കൺസൾട്ടൻസിയുടെ സ്വഭാവം അറിയാലോ. അതായത് നിഷാദിനും ദാവൂദ് സാഹിബിനും അറിയാവുന്ന ഒരു കാര്യം, ഞാൻ വൃത്തിയുള്ള ഭാഷയിൽ ടൈപ്പ് ചെയ്ത് നല്ല PPT ആക്കി നിങ്ങൾക്ക് തരുന്നതിനാണ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം തന്നെ. അപ്പോൾ അങ്ങനെ കോടികളാണ് ഒഴുക്കുന്നത്. കൺസൾട്ടൻസി കരാറുകളുടെ പേരിൽ കോടികളാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഈ പണം കൊടുക്കുമ്പോൾ അതിന് കിക്ക് ബാക്സ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ എവിടെ പോകുന്നു? എന്തിനാണ് CMRL പണം കൊടുത്തത്? അത് കിക്ക് ബാക്ക് ആയിരുന്നോ? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾ എയറിലുണ്ട്. അതിന് മറുപടി പറയാൻ ഇനിയും പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ സർക്കാരിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എയറിലുണ്ട്. ആ സമ്മർദ്ദം സർക്കാർ എന്തുമാത്രം അനുഭവിക്കുന്നുണ്ട് സത്യത്തിൽ? ഇത് ശരിക്ക് സർക്കാർ എന്ന് പറഞ്ഞപ്പോൾ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ വീട്ടിലുള്ള ഒരു അംഗവുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണം. അതൊരു ഇടതുപക്ഷ പാർട്ടി, CPM പോലുള്ള ഇടതുപക്ഷ പാർട്ടികളിൽ സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു പാർട്ടി നേതാവുടെ മകളുമായി ബന്ധപ്പെട്ടൊരു ഒരു വിഷയമാണല്ലോ വരുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താ കണ്ടത്, ഇവരുടെ ഈ അസംബ്ലി മണ്ഡലത്തിലേക്കുള്ള എന്തോ ഒരു പരിശീലന പരിപാടിയുടെ സിനോപ്സിസിൽ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ക്യാപ്സ്യൂൾ കൊടുത്തിരിക്കുകയാണ്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ മോശം സാഹചര്യമാണ് ഞാൻ പറയാം. കാരണം ഒരു പാർട്ടി നേതാവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണം വരികയാണ്. ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽപ്പെട്ട ആളല്ല. വീണ വിജയൻ എന്ന് പറയുന്നത് പാർട്ടി മെമ്പറാണെന്ന് പോലും അറിയില്ല. എന്ത് തന്നെയാലും പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിൽ എന്തെങ്കിലും ദൗത്യം നിർവഹിക്കുന്ന ആളെയല്ല. പക്ഷേ അവരുടെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണം, അതിൽ അവർക്ക് ഫേവർ ചെയ്യാൻ വേണ്ടി ഭരണകൂടം ഇടപെട്ടു എന്ന് പറയുന്ന വിമർശനം, ഇതൊക്കെ വരുന്നു. അപ്പോൾ അതിൽ CPM ഇങ്ങനെ കിടന്ന് വേർക്കുക എന്ന് പറയുന്ന ഒരു ഗുരുതരമായ സാഹചര്യമാണ്. അതിനെനിക്ക് തോന്നുന്നില്ല CPM-ന് അത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. ഈ സംഗതിയുടെ കിടപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് വളരെ എന്താ പറയുക, ഒരു ലളിതമായിട്ടുള്ളൊരു അഴിമതിയാണ്. ഇപ്പം നിഷാദ് ഒരു സ്കൂൾ നടത്തുമെന്ന് വിചാരിക്കും, സ്കൂൾ മാനേജറാണെന്ന് വിചാരിക്കുക. നിഷാദിൻ്റെ സ്കൂളിൽ ഒരു പുതിയ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, പുതിയ ബാച്ച് തുടങ്ങണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താ ചെയ്യുക, അതിൻ്റെ പേപ്പർ വർക്കുകൾ നീക്കും വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനു മുമ്പ് ഒരാൾ വന്നിട്ട് നിഷാദിനോട് സംസാരിക്കുകയാണ്, ഇന്ന പരിപാടികളുണ്ട്. അപ്പോൾ എന്താണ്, ഇന്നൊരു IT കമ്പനി ഉണ്ട്. ആ IT കമ്പനി നിങ്ങൾ സ്കൂളിലെ അധ്യാപകർക്ക് റിഫ്രഷ്മെൻറ്റ് കോഴ്സ് നടത്തുകയാണ്. കുട്ടികളെ എങ്ങനെ IT-യിൽ ഉഷാറായിട്ട് പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരാഴ്ചത്തെ കോഴ്സ് നിങ്ങൾക്ക് നടത്തും. അതിന് ഇത്ര ലക്ഷം രൂപ വരും. അത് നിങ്ങൾ ആ പൈസ കൊടുക്കുന്നു. ആ പൈസ കൊടുക്കുകയെന്ന് വെച്ചാൽ GST അടച്ചിട്ട് ആ കമ്പനിക്ക് ബാങ്ക് വഴി സുതാര്യമായി നിയമപരമായിട്ടാണ് അത് കൊടുക്കുന്നത്. അതിനെല്ലാ രേഖകളുമുണ്ട്, GST അടച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നിഷാദിൻ്റെ സ്കൂളിലെ അധ്യാപകർക്ക് അത്രയും വലിയൊരു IT ക്ലാസ്സിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു IT ക്ലാസ് നടക്കുന്നില്ല. പക്ഷേ നിഷാദിന് എന്ത് കിട്ടുന്നു? നിഷാദിന് ആവശ്യമുള്ള ബാച്ച് കിട്ടുന്നു. IT കമ്പനി ബാച്ച് തരേണ്ട ആൾ അളിയേണ്ടതാണ്. യെസ്, ഇതാണ് ഇതിൽ നടന്നത്. ഞാൻ സ്കൂളെന്നും IT കമ്പനിയെന്നും IT പരിശീലനം ചുമ്മാ പറഞ്ഞതല്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽപ്പെട്ട എന്താണ് ഈ അജിംസ് പറഞ്ഞില്ലേ, CMRL എന്താണ് ഇവർ കൊടുത്ത സർവീസ് എന്താണെന്ന് നമ്മളെ ചാനൽ ചർച്ചയിൽ CPM-ൻ്റെ പ്രതിനിധി പറഞ്ഞല്ലോ. എക്സൽ അവിടെ പവർ പോയിൻറ്റും എക്സലും പഠിപ്പിച്ചു തന്നെ. പവർ പോയിൻറ്റും എക്സൽ പഠിപ്പിക്കാൻ ആണ് ഇത്രയും ലക്ഷങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ അതിലൊരു വേറെ ഗുരുതരമായ സംഗതി, ഈ പറയുന്ന ഇവർക്ക് ഈ ഖനനാനുമതി കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈ റയർ എർത്ത്സ് എന്ന് പറയുന്ന അജിംസ് പറഞ്ഞു ആറ്റമിക് എലമെൻറ്റ്സ് ഉള്ള മിനറൽസാണത്. ലോകത്ത് തന്നെ പ്രസിദ്ധമായൊരു നിക്ഷേപമായിട്ട് ഈ ചവറ നിക്ഷേപം എന്ന് പറയുന്നത് ഈ 22 കിലോമീറ്റർ നീളത്തിലുള്ള. പിന്നെ കേരളത്തിന് ഗൾഫിന് പെട്രോളിയം എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ്, അതുപോലെ പ്രധാനപ്പെട്ടതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ധാതു നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്ര നിസ്സാരമായിട്ടാണ് നമ്മുടെ സർക്കാർ അത്രയും വലിയ, അത് പൊതു സ്വത്തല്ലേ, നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളുടെയും സ്വത്തല്ലേ, എത്ര നിസ്സാരമായിട്ടാണ്, എത്ര ഗൗരവമില്ലാതെയാണ് ഇതിനെ സമീപിക്കുന്നത്. സർക്കാരിന് ഇടതുപക്ഷ സർക്കാർ മാത്രമല്ല, മാറി മാറി വന്ന സർക്കാരുകൾ കേരളത്തിൻ്റെ ആ സമ്പത്തിനെ എത്ര അലസമായിട്ടാണ് സമീപിക്കുന്നതെന്നുകൂടെ ഇതിൽ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. യെസ്, എന്തായാലും ഈ CMRL-മായി ബന്ധപ്പെട്ട കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദത്തിൽ വലിയ അഴിമതിയുടെ നിഴൽ സർക്കാരിൻ്റെ മേലെ വീണ് കിടക്കുന്നുണ്ട്. അത് വിശദീകരിക്കാൻ സർക്കാരിന് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം.